മാവേലിക്ക് സ്വാഗതം. പൂക്കളം വെച്ച് മാവേലിക്ക് സ്വാഗതം ചെയ്യുക. മാവേലിയെ സ്വാഗതം ചെയ്യുന്നു. മാവേലിക്ക് സ്വാഗതം. മഹാബലി തമ്പുരാന് സ്വാഗതം. ചേനത്തണ്ട് തോരൻ. ഈ ചേനത്തണ്ടിൻ്റെ കൂടെ ചെറുപയറും കൂടിയിട്ടാണ് ഇന്നത്തെ തോരൻ. അതുപോലെ തന്നെ മത്തങ്ങ അരിശോരി. ഇതാണ് അത്തത്തിൻ്റെ സ്പെഷ്യൽ. കുടിവെള്ള വിതരണം തുടങ്ങിയവ പ്രധാന ജംഗ്ഷനുകളിലെല്ലാം തന്നെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് വർണ്ണാഭമായ തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത്. മന്ത്രി പി രാജീവായിരുന്നു പതാക ഉയർത്തിയത്. ചലച്ചിത്ര താരം പത്മശ്രീ ജയറാം ഫ്ലാഗ് ഓഫ് അത്തം. ഇന്ന് മുതൽ 10ാം ദിവസം ഓണം, തിരുവോണം. വാമന മഹാദേവനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റേറ്റം വരെ നീണ്ടു കിടക്കുന്ന വ്യത്യസ്ത ജില്ലകളിൽ വ്യത്യസ്ത മലയാളികളുടെ കലാരൂപങ്ങൾ, വ്യത്യസ്ത പരമ്പരാഗതമായിട്ടുള്ള നിശ്ചല ദൃശ്യങ്ങൾ, ഇതെല്ലാം ഇവിടെ അണിനിരക്കുന്നുണ്ട്. 21 നിശ്ചല ദൃശ്യങ്ങളാണ് ഇത്തവണ ഈ അത്തം ചമയ ഘോഷയാത്രയുടെ ഭാഗമായിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും സവിശേഷയാവുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന നിശ്ചല ദൃശ്യവും അതോടൊപ്പം ഘോഷയാത്രയിലെ പങ്കാളിത്തവുമാണ്. ഒരുപക്ഷെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പാടത്ത് നീല നിറത്തിലുള്ള മുത്തുകൾ പോലെ ചിതറിക്കിടക്കുന്ന കാക്കപ്പൂവും ഓണപ്പൂക്കളിലെ നിത്യസാന്നിധ്യമായ ചെമ്പരത്തിയും വാടാമല്ലിയും തെറ്റിയും കദളിപ്പൂവും ഒക്കെയായി നടുമുറ്റങ്ങൾ അണിഞ്ഞൊരുങ്ങുന്ന നാളുകളാണ് ഇനിയുള്ള 10 ദിവസം. പൂവിളിയും പൂവിടലും ഊഞ്ഞാലാട്ടവും തിരുവാതിരക്കളിയും ഒക്കെയായി വീണ്ടും ഒരു ഓണക്കാലം. കൂടെ പ്രതീക്ഷയുടെ വരവറിയിച്ച് വാനിട്ട് കണ്ണെഴുതി ഓണക്കിളിയും വരവായി. അത്തപ്പൂക്കളം ഒരുക്കുന്നതിന് പിന്നിൽ പല ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട്. ഒരു കാലത്ത് തൃക്കാക്കര ക്ഷേത്രത്തിൽ പോയി ദേവനെ പൂജിക്കാൻ എല്ലാവർക്കും സൗകര്യമുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ അവരവരുടെ വീടുകളിൽ പൂക്കളം ഒരുക്കി അതിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുവാൻ ദേവൻ അനുവദിച്ചുവെന്നും അങ്ങനെയാണ് അത്തം മുതൽ തിരുവോണം വരെ പൂക്കളം ഒരുക്കാൻ തുടങ്ങിയത് എന്നുമാണ് ഒരു ഐതിഹ്യം. മറ്റൊന്ന്, വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാനെത്തുന്ന മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ അത്തം മുതൽ തിരുവോണം വരെ 10 നാൾ പൂക്കളമിട്ട് മഹാബലി തമ്പുരാനെ വരവേൽക്കുന്നു എന്നതാണ് മറ്റൊരു ഐതിഹ്യം.